ഒരു പ്രവൃത്തി ഈ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് നിർത്തുന്ന സ്വഭാവ പ്രകൃതമായിരിക്കും. ഇതെല്ലാം പൊതുവെ സൂചിപ്പിക്കുന്നത് ഇവരുടെ ഒരു മനസ്സിന്റെ ഒരു നന്മയെ തന്നെയാണ്. തീർച്ചയായും അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന കൂട്ടർക്ക് തിരിച്ച് പ്രകൃതിയിൽ നിന്നും ആ നന്മ തന്നെ വന്നു ചേരും. ഈ അറിവുകൾ സമ്പാദിച്ചുകൊണ്ട് വേണം അതിനെ കൈകാര്യം ചെയ്യുവാൻ എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ഭരണി നക്ഷത്രത്തിന്റെ നെഗറ്റീവ് ചിന്താഗതികളെ കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള ഒരു വഴിയാണ്. അതിനെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപാസനയിലൂടെയൊക്കെ പല വിധമുള്ള മാർഗങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള എക്സസൈസ് തന്നെയാണ്. തീർച്ചയായിട്ടും എക്സസൈസ് അങ്ങനെ മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്തും ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മിഥുന മാസം പൊതുവെ, അതായത്